നമ്മയെല്ലാം സങ്കടപ്പെടുത്തിക്കൊണ്ട് പി ജയചന്ദ്രൻ വിടവാങ്ങിയിരിക്കുകയാണ്. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങി. 80 വയസ്സായിരുന്നു. തൃശൂരിലെ അമല ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. അർബുദരോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദിലേക്ക് എത്താം. 6 പതിറ്റാണ്ടോളമാണ് മലയാളികളുടെ ഹൃദയസ്വരമായി പി ജയചന്ദ്രൻ നിലനിന്നത്. അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നുവെന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത്. 80 വയസ്സായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം ഉണ്ടായത്. അർബുദബാധിതനായി ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും പാടിയിട്ടുള്ള ജയചന്ദ്രൻ്റെ ആലാപനം, അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയുമൊക്കെ ഉജ്ജ്വലമായ ഭാവപൂർണതയോടെയാണ് തെളിഞ്ഞു വന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 16,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് എന്ന് ഓർമ്മിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തലം, അദ്ദേഹത്തിൻ്റെ ഒരു ഭാവതലം എത്രത്തോളമായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി ബഹുമതി, 4 വട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു. വലിയൊരു പ്രതിഭ, സംഗീത ലോകത്തെ വിസ്മയമായിരുന്ന ഭാവഗായകനായിരുന്ന പി ജയചന്ദ്രൻ വിടവാങ്ങിയിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയാവുന്ന പി ജയചന്ദ്രൻ വിടവാങ്ങിയിരിക്കുകയാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമായി അദ്ദേഹത്തിൻ്റെ ഒരു ഭാവഗീതത്തിൻ്റെ ആ വൈഭവം പ്രകടിപ്പിച്ചത് 16,000-ലേറെ ഗാനങ്ങളിലൂടെയാണ് എന്നോർക്കുമ്പോൾ ആ പ്രതിഭ എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം 6 തവണയാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. തമിഴിൽ കിഴക്ക് ചീമയിലെ എന്ന സിനിമയിലെ ഗാനത്തിന് 94-ലെ മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചു. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം എന്ന വലിയ അംഗീകാരവും അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 1944 മാർച്ച് 3-ന് എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ 3-മനായി ജയചന്ദ്രൻ്റെ ജനനം ഉണ്ടാകുന്നത്. CG ഉമേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, മലയാളത്തിൻ്റെ ഭാവഗായകനെയാണ് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കാം ആ സംഗീത സാമ്രാട്ടിനെ? നീലിമ സൂചിപ്പിച്ച പോലെ മലയാളികൾക്ക് എപ്പോഴും ഓർത്തെടുക്കുക, പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയപ്പെടുക തന്നെ, അല്ലെങ്കിൽ പറയുക തന്നെ ഭാവഗായകൻ എന്ന് തന്നെയാണ്. മലയാളികൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന, അത് പുതിയ തലമുറയെന്നോ പഴയ തലമുറയെന്നോ ഇല്ല, അത് എല്ലാവർക്കും ഓർത്തിരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ചുണ്ടിൽ മൂളുന്ന പല ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പിരിഞ്ഞതാണ്. നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടന്നത്. ഇതേപോലൊരു സ്കൂൾ കലോത്സവത്തിൽ നിന്നാണ് ജയചന്ദ്രൻ എന്ന മഹാപ്രതിഭയും നമുക്ക് മലയാളികളുടെ ഗാനശാഖയിലേക്ക് വരുന്നത്. അത് ഏറെ ശ്രദ്ധേയമാണ് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. 1958-ലെ സംസ്ഥാന യുവജനമേളയിലാണ് ജയചന്ദ്രൻ തന്റെ ഒരു പൊതുവേദിയിൽ, അല്ലെങ്കിൽ ഇത്തരം മത്സരവേദിയിലേക്ക് സംഗീതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തുന്നത്. അന്ന് അതേ വേദിയിൽ തന്നെ മത്സരിക്കാൻ ഗാനഗന്ധർവൻ യേശുദാസ് കൂടി ഉണ്ടായിരുന്നു. അന്നാണ് ഇരുവരും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. അന്ന് മികച്ച ഗായകനുള്ള പുരസ്കാരം യേശുദാസ് സ്വന്തമാക്കിയപ്പോൾ അന്ന് മൃദംഗം വിദ്വാനായ, അല്ലെങ്കിൽ മൃദംഗ ഇനത്തിൽ മത്സരത്തിനായാണ് ജയചന്ദ്രൻ കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്. അന്ന് തുടങ്ങിയ സഭയിലാണ് പിന്നീട് 16,000-ഓളം ഗാനങ്ങൾ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഏതാണ്ട് 16,000-ഓളം ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടു. എപ്പോഴും ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പാടാത്തവരായി ആരും ഉണ്ടായില്ല. പി ഭാസ്കരൻ, ഒപ്പം ചിദംബരനാഥ് തുടങ്ങിയ ആളുകളുടെ കൂടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ മലയാള ഗാനത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയും കളിത്തോടലിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം, അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെങ്കിൽ പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും ആളുകളൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് ആലപിക്കാത്ത, അല്ലെങ്കിൽ കേട്ടാൽ ഒരിക്കലെങ്കിലും ഒന്ന്
ആസ്വദിച്ചിരിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല. അങ്ങനെ മലയാളികൾക്ക് ഹൃദയത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഗ്രഹാതുരതയുടെ പ്രണയത്തിന്റെ ഒക്കെ ഈണങ്ങൾ പങ്കുവെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ മാത്രമേ അത്തരം കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുള്ളൂ. ചിദംബരനാഥിൽ നിന്ന് തുടങ്ങിയ മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർ ഏറ്റവും അവസാനം BK ഹരിനാരായണൻ എന്ന പുതുതലമുറയിലെ കവിയോടൊപ്പം അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടു. ഏറ്റവും അവസാനം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മോശമായ അവസ്ഥയിലും ഏതാനാഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ചില മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചില ദൃശ്യമാധ്യമങ്ങളുടെ പരിപാടിയിലൊക്കെ അദ്ദേഹം എത്തിയിരുന്നു. നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ രാസാത്തി ഉന്നേ എന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ തമിഴ് ഗാനം, അത് ഇപ്പോഴും ഒരുപാട് പുതുതലമുറ ഗാനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന്, തമിഴ് ഗാനശാഖയിൽ നിന്ന് മലയാളികൾ ഏറ്റുപിടിച്ച് ഒരുപാട് തമിഴ് ഗാനങ്ങൾ എത്തിയെങ്കിലും രാസാത്തി ഉന്നേ എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഗാനം അത് ഇപ്പോഴും നേരത്തെ പലകുറി പറഞ്ഞ പോലെ പുതുതലമുറയൊന്നോ പഴയ തലമുറയൊന്നും ഇല്ലാതെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഗാനമാണ് രാസാത്തി ഉന്നേ. അദ്ദേഹത്തിന് അന്ന് അതിൽ തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന അവാർഡ് നേടി. നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ തന്നെ 6ഓളം അവാർഡ് അദ്ദേഹത്തിന് നേടാനായി. ഒപ്പം ദേശീയ പുരസ്കാരം, മികച്ച ഗാനങ്ങൾ ദേശീയ പുരസ്കാരം ഒരു തവണ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥരിലെ അനുരാഗ ഗാനം പോലെ എന്ന ഗാനം, ഒപ്പം CID നസീറിലെ നിൻ മണിയറയിലെ തുടങ്ങിയ ഗാനങ്ങൾ, അങ്ങനെ അദ്ദേഹം പാടിയ പാട്ടുകളെ പറ്റി പറഞ്ഞാൽ ഒരിക്കലെങ്കിലും അതൊന്ന് പാടാത്ത അല്ലെങ്കിൽ അതൊന്ന് കേട്ട് ആസ്വദിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. അങ്ങനെ അപൂർവമായ ചില ഗായകർക്ക് മാത്രമേ അത്തരം ഒരു സമ്പത്ത് അനുഭവം പറയാൻ സാധിക്കുള്ളൂ. അത്തരം സമ്പത്തിന്റെ ഉടമയായിരുന്നു ജയചന്ദ്രൻ എന്നത് എന്തായാലും ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം ആരോഗ്യനില അർബുദബാധിതനായി ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം ചില വേദികളിലൊക്കെ എത്തി ഗാനാലാപനം നടത്തിയതുമൊക്കെ ഏറെ വൈറലായിരുന്നു. എന്തായാലും മലയാളികൾക്ക് ഭാവഗായകൻ എന്ന് അവകാശപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ മലയാളിയുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രണയവും വിരഹവും ഗ്രഹാതുരതയും ഒക്കെ ഓർമ്മയിലായി ഒരു ഗാനമായി കുറിച്ചിട്ടതിൽ അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യത്തിന് ഏറെ പങ്കുണ്ട്. അതോടുകൂടി മലയാളികളുടെ ഗാനശാഖയ്ക്ക് ആസ്വാദകരും അല്ലാത്തവരുമായ എല്ലാവരെയും പിടിച്ചിരുത്തുന്ന ശബ്ദമാധുര്യമായിരുന്നു അദ്ദേഹത്തിന്. അതാണ് മലയാളികൾക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. നീലിമ. ശരി ഉമേഷ്, ഇപ്പോൾ KP സുരേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. KP, ഉമേഷ് പറഞ്ഞതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് തുടങ്ങുന്ന ആ ഗാനം ഒന്ന് മൂളാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല ഒരുപക്ഷെ. അതുപോലെ തന്നെയാണ് അനുരാഗ ഗാനം പോലെ നിൻമണിയറയിലെ മലയാള ഭാഷതൻ മാതക ഭംഗി, ഇങ്ങനെയുള്ള ഒട്ടേറെ ഗാനങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും കളിയാടിയിടുന്ന ഈ ഗാനങ്ങളുടെ എല്ലാം ആ ഭാവതലം അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട് സമ്പന്നമായതാണ്. എങ്ങനെ അനുസ്മരിക്കാം അദ്ദേഹത്തെ? നിലവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാവഗായകനാണ് നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. മധുര ശബ്ദം കൊണ്ട് അത്രയേറെ മലയാളികളെ ചേർത്ത് വെച്ച, അത്രയേറെ മലയാളികളുടെ ഹൃദയങ്ങളിൽ ഇഴുകിച്ചേർന്ന ആ ഒരു ശബ്ദമാധുര്യത്തിൻ്റെ ഉടമയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ജയചന്ദ്രൻ നമ്മെ വിട്ടുപിരിഞ്ഞ വാർത്ത അത്രത്തോളം വേദനയോടെ എല്ലാവരും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, ഞെട്ടലോടെ എല്ലാവരും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഗാനത്തിൻ്റെ ആ രാഗസുധ, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലളിത സംഗീതം മുതൽ സിനിമ, ചലച്ചിത്ര ഗാനം വരെ അത് അനസ്യൂതം തുടർന്ന ഒരു ഗാനശാഖയായിരുന്നു അദ്ദേഹത്തിൻ്റെ മധുര ശബ്ദത്തിൽ എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും അദ്ദേഹം അതിഗംഭീരമായി ആലപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഭാവഗായകൻ എന്ന വിശേഷണം പോലും അദ്ദേഹത്തിന് അന്വർത്ഥമാകുന്നത്. അത് അടിപൊളി പാട്ടായി കഴിഞ്ഞാലും, അത് മെലഡികളുടെ ആ താളലയങ്ങളിൽ അലിഞ്ഞു ചേർന്ന പാട്ടുകളായി കഴിഞ്ഞാലും, അത് ഹിന്ദുസ്ഥാനി ആയാലും ശാസ്ത്രീയ സംഗീതമായി കഴിഞ്ഞാലും ലളിത സംഗീതമായി കഴിഞ്ഞാലും, അത് ഏത് രാഗമായി കഴിഞ്ഞാലും ഏത് ഭാവമായി കഴിഞ്ഞാലും അതിൽ മുഴുകിക്കൊണ്ട് അനുവാചകരെ, ആസ്വാദകരെ ആ ഗാനത്തിൻ്റെ അനുഭൂതിയിലേക്ക് അലിയിപ്പിക്കുക എന്നത് സ്വായത്തമാക്കിയ ഒരു അനുഗ്രഹീത ഗായകനാണ് ജയചന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ, മലയാളത്തിൻ്റെ ആ ഗായകനെ ഭാവഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1966 അദ്ദേഹം ചലച്ചിത്ര ഗാനശാഖയിലേക്ക് വരുന്നത്. ഭാസ്കരൻ മാഷ് ചിദംബരനാഥ് ടീമിൻ്റെ ചലച്ചിത്ര ഗാനത്തിലൂടെയാണ് അദ്ദേഹം ഈ സിനിമാ ഗാനത്തേക്ക് രംഗപ്രവേശം ചെയ്തത്. പക്ഷേ അദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ഈ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു. ആ ഒറ്റ ഗാനം മതി അദ്ദേഹത്തെ മലയാളികൾ എന്നെന്നും ഓർക്കാൻ. മലയാളികൾ മാത്രം
മാത്രമല്ല ലോകത്തെ സംഗീത ആസ്വാദകരൊക്കെയും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ മതിമറക്കുന്ന ആ ഒരു പ്രിയ ഗാനമായിരുന്നു അത്. അങ്ങനെ ആ ഗാനത്തിലൂടെ പിന്നീട് അദ്ദേഹം ഗാന വസന്തമാണ് തീർത്തത് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ചിദംബരനാഥിൽ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെയും രചയിതാക്കളുടെയും ഗാനങ്ങൾ പാടാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിലായി ബി ഹരിനാരായണൻ തുടങ്ങിയ നവ സിനിമാ രംഗത്തെ ശ്രദ്ധേയരുടെ തൂലികത്തുമ്പിൽ പിറന്ന ഗാനങ്ങളും മധുരമായി പാടാൻ ആ ഇനങ്ങൾ കൊണ്ട് ആ ചലച്ചിത്ര സംഗീത രംഗത്തെ ചലച്ചിത്ര ഗാനരംഗത്തെ സമ്പന്നമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗാനങ്ങളാണ് ഈ ഉദ്യോഗസ്ഥ എന്ന സിനിമയിലെ അനുരാഗ ഗാനം പോലെ. അതും മലയാളികൾ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച പാട്ടുകളാണ്. പിന്നീട് സി ഡി നസീറിലെ നിൻ മണിയറയിലെ പ്രേതങ്ങളുടെ താഴ്വരയിലെ മലയാള ഭാഷതൻ മാരകഭംഗി, ഉമ്മാച്ചു എന്ന സിനിമയിലെ ഏകാന്ത പഥികൻ ഞാൻ, ഇപ്പം മായ എന്ന സിനിമയിലെ സന്ധ്യക്കെന്തിന് സിന്ദൂരം, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു, അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത, മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നിരവധി അനവധി ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. 1986 ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ ശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം എത്തിയത്. പിന്നീട് അദ്ദേഹം 5 പ്രാവശ്യമാണ് സംസ്ഥാന പുരസ്കാരം നേടിയത്. പിന്നീട് കന്നഡ ഭാഷയിലായി കഴിഞ്ഞാലും തമിഴ് ഭാഷയിലായി കഴിഞ്ഞാലും അനവധി ഗാനങ്ങളാണ് അദ്ദേഹം ഈ സംഗീത രംഗത്ത് ചലച്ചിത്ര രംഗത്ത് സമ്മാനിച്ചത്. 1972 പണിതിരാത്ത വീട് എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ, അതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് തത്തിക്കളിക്കുന്ന ഗാനമാണ്. കൂടാതെ 2000 നിറം എന്നുള്ള സിനിമ കമൽ സംവിധാനം ചെയ്ത ആ സിനിമയിലെ പ്രായം നമ്മിൽ മോഹം നൽകിയെന്ന അടിപൊളി ഗാനം, അതൊരിക്കലും മലയാളികൾ മറക്കില്ല. കാരണം അദ്ദേഹം പാടിയ ഒരു പാട്ട് കേട്ട് തൊട്ടടുത്ത പാട്ട് കേൾക്കുമ്പോൾ ഇത് ഭാവഗായകൻ തന്നെ ആലപിച്ചതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ താളത്തിലായാലും വേഗത്തിലായി കഴിഞ്ഞാലും അത്രത്തോളം ആരോഹണ അവരോഹണങ്ങൾ അദ്ദേഹം തൻ്റെ ശബ്ദമാധുര്യം കൊണ്ട് ഗംഭീരമാക്കിയെന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ നിത്യവസന്തം തീർത്ത ഭാവഗായകനാണ് നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ നിരവധി ഗാനങ്ങളാണ് 1994 കിഴക്ക് സീമയിൽ എന്ന ചിത്രത്തിലെ കട്ടായം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കിയുണ്ടായി. തമിഴ് ചലച്ചിത്ര സംഗീതത്തിൽ നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ നിരവധി പുരസ്കാരങ്ങളാണ് തമിഴ്നാട് സർക്കാർ അദ്ദേഹത്തിന് നൽകിയത്. 1997 തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡിനും അദ്ദേഹം അർഹനായി. 2021 കേരളം അദ്ദേഹത്തെ JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം ഈ 81 വയസ്സിൽ ഈ നീണ്ട സംഗീത സബരിക്കുള്ളിൽ സ്വന്തമാക്കുകയുണ്ടായി. അനവധി ഗാനങ്ങളാണ് അദ്ദേഹം ചലച്ചിത്ര ഗാനരംഗത്തിന് നൽകിയതും. നിലിമ.